IT അക്കാദമി എന്ന ഈ സ്ഥാപനം ആരംഭിക്കുന്നത് എന്നാണ്? ഞാനൊരു 2001 സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ഒരു 19ാമത്തെ വയസ്സിലാണ് ഞാൻ IT അക്കാദമി സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ഥാപനം തുടങ്ങാനുള്ള പ്രേരണ എന്തായിരുന്നു? അന്ന് IT അക്കാദമി തുടങ്ങുന്ന കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ ലിറ്ററസി എന്നുള്ള ഒരു ട്രെൻഡായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മൊത്തം കമ്പ്യൂട്ടർ ലിറ്ററസി, കൊമേഴ്സ് എന്നുള്ളൊരു ട്രെൻഡായിരുന്നു. അന്ന് അക്ഷയ ഇല്ല, അതുപോലെ തന്നെ അന്ന് വേറെ സെൻറ്ററുകളൊന്നുമില്ല. അങ്ങനത്തെ സെൻറ്ററുകളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് IT അക്കാദമി സ്റ്റാർട്ട് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൻ്റെ ബേസിക് കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ള ആകെ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് മാത്രമാണ് IT അക്കാദമി ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു യാത്രയിലുടനീളം എന്തെല്ലാം പ്രതിസന്ധികളാണ് ഉണ്ടായിട്ടുള്ളത്? പ്രതിസന്ധികൾ മാത്രമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കാരണം അന്ന് തുടങ്ങുന്ന സമയത്ത്, ഞാൻ ആരംഭിക്കുന്ന സമയത്ത് എൻ്റെ സ്ഥാപനത്തിന് ഒന്നുമില്ല. ആകെ ഒരു കാലിയായ ഒരു റൂം മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും ബിൽഡ് ചെയ്യാൻ വേണ്ടി ഓടി നടന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയും രാത്രിയും ഓടി നടന്നിട്ടാണ് ഓരോ കാര്യങ്ങളും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടണോ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അതിനെ ബിൽഡ് ചെയ്തത്. കാരണം രാത്രി പോസ്റ്റർ ഒട്ടിക്കാനും രാവിലെ അതിൻ്റെ എൻക്വയറിക്ക് വേണ്ടിയിട്ടും, അന്ന് എല്ലാം ഒറ്റയാൾ പട്ടാളമായിരുന്നു. പോസ്റ്റർ ഒട്ടിക്കാനും പോകണം, രാത്രി അത് എൻക്വയറി എടുക്കാനും രാവിലെ പോകണം, രാവിലെ ഇരിക്കണം, ഓഫീസ് തുറക്കണം, ഇങ്ങനെ ആയിരുന്നു. റൂം പെയിൻ്റ് അടിക്കൽ പോലും ഞാനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ ബിൽഡ് ചെയ്ത് കൊണ്ടത്. ഓരോ സ്റ്റേജുകളിൽ പിന്നെ അതിൻ്റേതായ ആളുകൾ വന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ ഡെവലപ്പായി ഓരോരോ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. കമ്പ്യൂട്ടർ വെച്ച് ഓരോരോ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. അന്ന് പല സ്ഥലങ്ങളിലും വേണ്ട ഫാക്കൽറ്റീസിനെ കൊടുത്തിട്ട് പഠിപ്പിക്കൽ തുടങ്ങി. പുതിയ പുതിയ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെയാണ് IT അക്കാദമിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് പ്രശ്നങ്ങളെല്ലാം നേരിട്ടത്? പ്രശ്നങ്ങൾ, നമ്മൾ ഓരോ മനുഷ്യനും ഒരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ അതിൽ തന്നെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് അവൻ വിജയിക്കുന്നത്. കാരണം പ്രശ്നങ്ങൾ എന്നും നമ്മളെ കൂടെ ഉണ്ടാവും. ഈ ലോകത്ത് നിന്ന് നമ്മൾ എന്നാണോ വിട്ടുപിരിയുന്നത് അതുവരെ നമ്മളുടെ കൂടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ വിട്ടുപിരിയുമ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾ വേറൊരാളെ ഏറ്റെടുക്കും എന്നുള്ളതാണ് സത്യം. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ആ പ്രശ്നങ്ങളിലുണ്ട് അതിൻ്റെ സൊല്യൂഷൻ എന്ന് ഞാൻ മനസ്സിലാക്കിയത് മുതലാണ് എനിക്ക് ഓരോരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ നിലവിലെ സ്ഥാപനത്തിന്റെ അവസ്ഥ എന്താണ്? ഇപ്പോൾ നമ്മൾ മുന്നത്തെ പോലെ പറയുകയാണെങ്കിൽ, മുന്നേ നമ്മളൊരു 10 കിലോമീറ്റർ, മലപ്പുറത്തിൻ്റെ ഒരു 10-12 കിലോമീറ്റർ ചുറ്റളവുള്ള ആളുകൾക്ക് മാത്രമായിരുന്നു നമ്മൾ IT അക്കാദമി ആരംഭിച്ചിരുന്നത്. ഇന്ന് ലോകത്ത് എവിടെയുള്ള മലയാളികൾക്കും പഠിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് IT അക്കാദമി വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്നൊക്കെ കുട്ടികളുണ്ട്. ഹോസ്റ്റലിലായിട്ടും അതുപോലെ തന്നെ നമ്മളുടെ ഓൺലൈനായിട്ടും എല്ലാം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ലോകത്തിന്റെ ഗതിവിഗതികളെ മൊത്തത്തിൽ മാറ്റിമറിച്ച കൊറോണക്കാലം ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ ഏത് രീതിയിലാണ് ബാധിച്ചത്? തീർച്ചയായിട്ടും നമ്മൾ എല്ലാ പ്രവർത്തനം നിന്ന സ്ഥിതിക്ക് നമ്മളുടെ സ്ഥാപനവും പ്രവർത്തനം നിന്നു. അത് വളരെ പ്രതിസന്ധിയോടുകൂടി അടച്ചിടേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം നമ്മളുടെ മുന്നിലാണ് നമ്മളുടെ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നിൽക്കുന്നത്. തീർച്ചയായിട്ടും ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം പൂട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫൈന് വരും. ഫൈൻ അടക്കാൻ പോലും പണമില്ലാതെ അത്രയും പ്രയാസപ്പെട്ടിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ പൂട്ടിയിടുക തന്നെയാണ് ചെയ്തത്. ആ സമയത്ത് അടച്ചിട്ടിട്ടാണ് നമ്മൾ ഇതിനെ, അന്ന് നമുക്ക് ഓൺലൈൻ ഇല്ല, ആകെയുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകൾ മാത്രമായിരുന്നു. പക്ഷേ നമ്മളെ കൊറോണ ഒരു പാഠം പഠിപ്പിച്ചു. കൊറോണ ഒരു ടെക്നോളജിയാണെന്ന് പഠിപ്പിച്ചു. കേരളക്കാരെ അല്ല, ലോകത്തിനെ മൊത്തം പഠിപ്പിച്ചു. കൊറോണ വന്നതിന് ശേഷമാണ് സത്യത്തിൽ IT അക്കാദമിൻ്റെ ഏറ്റവും നല്ല പവർഫുള്ളായി മാറിയിട്ടില്ല. ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷമാണ്. എന്തൊക്കെ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അങ്ങനെ കൊറോണൻ്റെ മുന്നേ നമുക്ക് ഒരുപാട് കോഴ്സുകൾ, കമ്പ്യൂട്ടർ കോഴ്സുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. PSC കോച്ചിങ് ഉണ്ടായിരുന്നു അന്ന്. അതെല്ലാം സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം കൊറോണ സമയത്ത്, കൊറോണ കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ 4 കോഴ്സുകളെ നമ്മൾ സെലക്ട് ചെയ്തു. ആ 4 കോഴ്സുകൾക്ക് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. കാരണം കൊറോണയിൽ നിന്ന് ഉൾക്കൊണ്ട പാഠത്തിൽ നിന്നായിരുന്നു ആ 4 കോഴ്സുകൾ നമ്മൾ സെലക്ട് ചെയ്തത്. അതിൽ ഒരു മേഖല എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്ന ചരക്ക് ഗതാഗതമായിരുന്നു. ആ ചരക്ക് ഗതാഗതം നിന്നിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ അതിലുള്ള തൊഴിലവസരങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള
ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു കോഴ്സ് ഇട്ടു. അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ് ആണ് ഏറ്റവും കൂടുതൽ ഇനി വരാൻ പോകുന്ന ഒരു ട്രെൻഡ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കോഴ്സിനെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തു. അതുപോലെ തന്നെ ഒരു കോഴ്സും കൂടെ നമ്മൾ സെലക്ട് ചെയ്ത് അക്കൗണ്ടിങ് ആണ്. ഏതൊരു ചെറിയ സ്ഥാപനത്തിലും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് നിർബന്ധമാണെന്ന് മനസ്സിലാക്കിയ കമ്പ്യൂട്ടർ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, എന്ത് വന്നാലും ആരോഗ്യ മേഖല നിൽക്കില്ല എന്ന് തടസ്സപ്പെടില്ല എന്ന് മനസ്സിലായപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സും കൂടെ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരുന്നത്. പക്ഷേ നമ്മൾ കോഴ്സ് ചാലുവായി തുടങ്ങിയപ്പോൾ, നമ്മളത് റണ്ണിങ് തുടങ്ങിയപ്പോൾ നമ്മളുടെ മുന്നുണ്ടായിരുന്ന കോഴ്സുകളിൽ പല കോഴ്സുകളെയും നമ്മൾ കൂടെ നിർത്തി. കമ്പ്യൂട്ടർ ടീച്ചർ ട്രെയിനിങ് കോഴ്സും അക്കൗണ്ടിങ്ങിൻ്റെ ഷോർട്ട് ടൈം കോഴ്സുകളും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഷോർട്ട് ടൈം കോഴ്സുകളും എല്ലാം നമ്മൾ നിലനിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി. അതുപോലെ ടെക്നിക്കലി കുട്ടികൾക്ക് പഠിക്കാൻ CCTV സെക്യൂരിറ്റി സിസ്റ്റംസ് എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ടായിരുന്നു. അതിന് നിലനിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി. ഇപ്പോഴും ഈ കോഴ്സുകളെല്ലാം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റും ഗ്രാഫിക് ഡിസൈനിങ്ങും മാത്രം താൽക്കാലികമായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കിവിടെ സ്ഥലത്തിൻ്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട്, അതായത് നമ്മളുടെ അതിനുവേണ്ട സെറ്റിങ്സ് ഉണ്ടാക്കാനുള്ള സ്ഥലത്തിൻ്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് നമ്മൾ താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന മികച്ച കോഴ്സുകൾ എന്ന് പറയുന്നത് ഇതാണ്. ഏത് തരം വിദ്യാർത്ഥികളെയാണ് ഈ കോഴ്സുകൾ ലക്ഷ്യം വെക്കുന്നത്? നമ്മൾ +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞാലും ഒരു കുട്ടിക്ക് ജോലി കിട്ടണമെങ്കിൽ എന്താ വേണ്ടത് എന്നുള്ളത് സത്യത്തിൽ ആ കുട്ടികളെ ഒരു കോളേജിൽ നിന്നും ഒരു കോഴ്സിൽ നിന്നും പഠിപ്പിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അവരുടെ ദൈവം നൽകിയ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്ത്, അവരുടെ ദൈവം അവർക്ക് സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് നൽകിയ കഴിവുകളെ, സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്ത് തൻ്റെ ജീവിതത്തിനും പ്രൊഫഷനും വിജയത്തിന് ആവശ്യമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കോഴ്സുകളെ ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ +2 കഴിഞ്ഞ SSLC കഴിഞ്ഞ കുട്ടികൾ മുതൽ ഡിഗ്രി കഴിഞ്ഞ PG കഴിഞ്ഞ കുട്ടികൾ വരെ നമ്മളടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വുമൻസിനാണ്. കാരണം ഇന്ന് പെൺകുട്ടികളെ ധൈര്യത്തിൽ പഠിപ്പിക്കാൻ വിടാൻ രക്ഷിതാക്കൾക്ക് പേടിയുള്ള ഒരു കാലഘട്ടമാണ്. എന്നാൽ പെൺകുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ജോലി സാധ്യതയും അവസരവും ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടും അതിന് വേണ്ടിയിട്ടുള്ള ഒരു വുമൻസ് എംപവറിങ് എന്നുള്ള രീതിയിലും കൂടിയാണ് നമ്മളിപ്പോൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ രീതിയിലാണ് നമ്മൾ കുട്ടികളെ കൊണ്ടുപോകുന്നത്. 10 വർഷം കല്യാണം കഴിഞ്ഞ് 10 വർഷം ഗ്യാപ്പ് എടുത്ത ആളുകൾ, 14 വർഷം ഗ്യാപ്പ് എടുത്ത ആളുകൾ, 12 വർഷം ഗ്യാപ്പ് എടുത്ത ആളുകൾ, 4 വർഷം കഴിഞ്ഞ ആളുകൾ ഒക്കെ ഇവിടെ വന്നിട്ട് പഠിക്കുന്നുണ്ട്. 1 കുട്ടിയുള്ള ആളുകൾ, 3 കുട്ടികളുള്ള ആളുകൾ, 4 കുട്ടികളുള്ള ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് പഠിക്കുന്നുണ്ട്. ഇവരെല്ലാം പഠിച്ചിട്ട് ഏറ്റവും നല്ല വിജയം കൈവരിപ്പിക്കാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠനത്തിനായിട്ട് ഈ സ്ഥാപനത്തെ ആശ്രയിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10 കിലോമീറ്റർ ചുറ്റളവിൽ തുടങ്ങിയ 10 കിലോമീറ്റർ ചുറ്റളവുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രം തുടങ്ങിയ സ്ഥാപനത്തിൽ ഇന്ന് ഒമാൻ, ഖത്തർ, അതേപോലെ തന്നെ ദുബൈ, സൗദി അറേബ്യ ഇങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിലുള്ള മലയാളി സ്ത്രീകൾ പോലും ഇന്ന് നമ്മളുടെ കോഴ്സിൽ ഓൺലൈനായിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള കുട്ടികൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും IT അക്കാഡമി പഠിക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾക്കൊരു സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ഓഫ്ലൈനായിട്ട് പഠിക്കുക എന്നുള്ളത്. ഓഫ്ലൈനായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റി നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. അവർക്ക് തന്നെ സ്വന്തമായിട്ട് അവരുടെ വീട് പോലെ നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇഷ്ടം പോലെ കുട്ടികൾ ഓരോ ബാച്ചിലും ഞങ്ങൾക്ക് പുറത്തുനിന്നുള്ള മലപ്പുറം ജില്ലക്കാരല്ലാത്ത ഒരുപാട് കുട്ടികൾ ഉണ്ടാവാറുണ്ട്. ബാക്കിയുള്ള കുട്ടികൾ ദൂരെയുള്ള വന്നു പോകാൻ കഴിയുന്ന കുട്ടികൾക്ക് അതിനനുസരിച്ചിട്ടാണ് ഞങ്ങളുടെ ടൈം ഷെഡ്യൂൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ ദിവസവും വരാതെ ആഴ്ചയിൽ 3 ദിവസമൊക്കെ വന്നിട്ട് അവർക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ടൈം ഷെഡ്യൂളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ കോഴ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയാണ്? ഹോസ്റ്റൽ ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് ഫ്ലാറ്റുകൾ എടുത്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആ ഫ്ലാറ്റുകളിൽ വേറെ ആളുകളൊന്നും താമസിക്കാത്ത രീതിയിൽ, വേറെ ആർക്കും പെർമിഷൻ ഇല്ലാത്ത രീതിയിൽ അവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഫ്ലാറ്റ് സംവിധാനമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് അവർ തന്നെയാണ്. ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കാം. ആ രീതിയിലുള്ള ഒരു നല്ലൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ
കൊണ്ടുപോകുന്നത്. നമ്മളുടെ വീട്ടിലുള്ള എൻ്റെ മക്കളെ എങ്ങനാണോ സെക്യൂരിറ്റിയോട് കൂടിയിട്ട് നിൽക്കേണ്ടത് അതുപോലെയാണ് ഞാൻ അതിനെ കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷകരമായിട്ടാണ് ആ ഒരു ഫെസിലിറ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും IT അക്കാദമിയെ വേറിട്ട് നിർത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? IT അക്കാദമിനെ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുക എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവർ ചെയ്യുന്നതിനെ IT അക്കാദമി കോപ്പി ചെയ്യാറില്ല. IT അക്കാദമിക്ക് സ്വന്തമായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഈ 24 വർഷത്തെ എൻ്റെ 24 വർഷത്തെ അനുഭവ സമ്പത്തിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളെ എല്ലാം, അത് അനുഭവ സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വന്ന എൻ്റെ സ്റ്റുഡൻസ് പറഞ്ഞ അവരിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുണ്ടാക്കിയ കോഴ്സാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ അവരുടെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ, ഏറ്റവും അവസാനം വരെ അവരുടെ കൂടെ നിന്നിട്ട് അവർക്ക് എന്തൊക്കെ വേണോ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തിട്ട് കൊടുക്കുന്ന പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു സിലബസ് പഠിപ്പിക്കുകയല്ല, സിലബസ് അവർ അറിയാതെ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും സന്തോഷകരമായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നല്ലൊരു എൻവയോൺമെൻറ്റിൽ നിന്നുകൊണ്ട് സന്തോഷത്തോടു കൂടി പഠിക്കാനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ അടിച്ച് പഠിപ്പിക്കുന്ന, ചീത്ത പറഞ്ഞ് പഠിപ്പിക്കുന്ന, കണ്ടീഷൻ പറഞ്ഞ് പഠിപ്പിക്കുന്ന പ്രോഗ്രാം ഇല്ല. കുട്ടികൾ അറിയാതെ പഠിക്കും. എത്ര ടഫുള്ള സിലബസ് ആണെങ്കിലും വളരെ ഈസി ആയിട്ട് അവർ പോലും അറിയാതെ പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. ജോബ് സപ്പോർട്ട് എങ്ങനെയാണ് നൽകുന്നത്? ജോബ് എല്ലാ സ്ഥാപനങ്ങളും ഇപ്പോൾ ഇന്നൊരു ആളുകളുടെ ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോലി ഞങ്ങൾ നൽകും എന്ന് പറഞ്ഞിട്ട്, ജോലി നൽകാം, ഞങ്ങൾ തീർച്ചയായിട്ടും ജോലി നൽകാം എന്ന് പറഞ്ഞിട്ടാണ് പല സ്ഥാപനങ്ങളും ഇന്ന് കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നത്. ഇത് അധിക സമയം നീണ്ടുപോകാനുള്ള ഒരു സാധ്യത ഞാൻ എൻ്റെ അനുഭവത്തിൽ കാണുന്നില്ല. കാരണം ഇന്ന് നമ്മൾ കോഴ്സിന് ചേരുന്ന സമയത്ത് ജോബ് വാക്കൻസീസ് ഉണ്ടായിരിക്കും. പക്ഷേ അത് കഴിയുമ്പോഴേക്ക്, കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്ക് ആ ജോബ് വേക്കൻസി ആയിരിക്കില്ല ഉണ്ടാവുക എന്നുള്ളത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ മനുഷ്യൻ്റെ ബ്രെയിനും, ഒരു മനുഷ്യന് ബ്രെയിൻ എന്ന് പറയുന്നത് അവൻ്റെ ഏറ്റവും മടി പിടിച്ച സാധനം എന്ന് പറയുന്നത് അവൻ്റെ ബ്രെയിനാണ്. ആ ബ്രെയിന് കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് അവനോട് പറയും, എന്താ പറയുക, നമ്മളെ സ്ഥാപനം പറയാണ് നിനക്ക് ജോലി ഞങ്ങൾ ആക്കിത്തരാം എന്നുള്ളൊരു ഷുവർട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയോട് പറയും, എന്ത് പറയും, നിനക്ക് ജോലിയല്ലേ, അത് അവർ തരുമല്ലോ, നീ എന്തിനാ പേടിക്കുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അയാളുടെ ഉള്ളിലുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ അയാളുടെ ബ്രെയിൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നമ്മൾ ആ പരിപാടി പറയാറേ ഇല്ല. നമ്മൾ പറയുന്നത് ഇതാണ്, നിങ്ങളുടെ ജോലി നിങ്ങളാണ് നേടുന്നത്. എന്നാൽ നിങ്ങളുടെ ഡോർ സ്റ്റെപ്പ് വരെ, ജോലിയുടെ ഡോർ സ്റ്റെപ്പ് വരെ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ടായിരിക്കും. പക്ഷെ ജോലി നിങ്ങളാണ് നേടുന്നത്. ജോലി നേടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സ്കില്ലുകളും നിങ്ങളിൽ ഡെവലപ്പ് ചെയ്തിട്ട് മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് വിടുള്ളൂ. അത് നമ്മളുടെ സമയം കുറച്ച് വൈകിയാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല. അതുകൊണ്ട് പല കുട്ടികളും ഇവിടെ നിന്ന് 6 മാസം കഴിഞ്ഞാൽ പോകാൻ ആഗ്രഹമില്ലാതെയാണ് ഞങ്ങളുടെ അടുത്ത് നിന്ന് പോകാറുള്ളത്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് അതിനൊരു പ്ലാനോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇതിനെ ചെയ്യുന്നത്. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട്, ഒരു സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് നിലനിൽക്കുന്ന രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ സ്ഥാപനം അതുകൊണ്ട് മാത്രമാണ്, ആ നിലപാടുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ നിലവാരത്തിലും ഈ സ്ഥാപനത്തിന് 24 വർഷം ഏറ്റവും മോസ്റ്റ് പവർഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് എന്നുള്ളതാണ് സത്യം. ഇതൊരു ചതിക്കണിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ എപ്പോഴും ആളുകളെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് കിട്ടുക, പെട്ടെന്ന് ചെയ്യുക, അല്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും ഒരാളെ ഏൽപ്പിച്ചാൽ പെട്ടെന്നായി എനിക്ക് ജോലി ചെയ്യണം, എനിക്ക് പണിയെടുക്കാതെ കിട്ടും എന്നുള്ളൊരു ആഗ്രഹക്കാരാണ്. ആ ഒരു ടെൻഡൻസി, ആ ഒരു ഇമോഷനെ, ആ ഒരു ഫീലിങ്ങിനെ മുതലെടുത്തുകൊണ്ട് ചെയ്യുന്ന താൽക്കാലികമായിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഇതെല്ലാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സ്ഥിരമായിട്ട് ഒരു സ്ഥിരതയുള്ള ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം പറയാൻ സാധിക്കില്ല, ഗ്യാരണ്ടി കൊടുക്കാൻ സാധിക്കില്ല. ബിക്കോസ് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഓരോ കോഴ്സ് പഠിച്ചാലും ലക്ഷങ്ങൾ കൊടുത്ത് പഠിച്ച, കോടികൾ കൊടുത്തിട്ട് MBBS നേടിയ ആൾക്ക് പോലും നല്ല ഡോക്ടറാവാൻ സാധിക്കുന്നില്ല. ബിക്കോസ് എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാളുടെ ഉള്ളിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാതെ, അയാളുടെ ആ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള അടുത്ത സ്റ്റെപ്പുകൾ കയറിപ്പോവാനുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാതെ യാതൊരു കാരണവശാലും അയാൾക്ക് അയാളുടെ ഉയരങ്ങളിലേക്ക് എത്താനോ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്താനോ സാധിക്കില്ല. താൽക്കാലികമായിട്ട് വേണമെങ്കിൽ കോഴ്സ് കഴിഞ്ഞതിന്
എന്നതിൻ്റെ പേരിൽ താൽക്കാലികമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ആക്കി കൊടുക്കാൻ, കുറച്ച് സമയത്തേക്ക് ആക്കി കൊടുക്കാൻ ഒരാൾക്ക് പറ്റുമായിരിക്കും. എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് അവരവിടുന്ന് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ജോലി കണ്ടെത്താനോ അല്ലെങ്കിൽ ഉയർന്നൊരു പൊസിഷനിലേക്ക് പോകാനോ ഉള്ള ഒരു കഴിവോ പ്രാപ്തിയോ ആ കുട്ടികൾക്ക് ഉണ്ടാവില്ല എന്ന് മനസ്സിലായിക്കൊണ്ടാണ് നമ്മൾ ആ കാര്യം ഷുവർട്ടി പറയാത്തത്. എന്നാൽ മലപ്പുറം ജില്ലയിൽ എന്നല്ല, കേരളത്തിൽ തന്നെ ഓരോ മാസത്തിലും ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് കിട്ടുന്നത് IT അക്കാഡമിയുടെ സ്റ്റുഡൻസിനായിരിക്കും. ഞങ്ങളത് വിളിച്ച് പറയാറില്ല, ഞങ്ങൾക്കത് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളവിടെയുള്ള കുട്ടികളാണ് ഞങ്ങളുടെ ബ്രാൻഡഡ് അംബാസിഡേഴ്സ്, ഞങ്ങളുടെ കുട്ടികളാണ് ഞങ്ങളോട് പറയാ, ഞങ്ങളെ കുട്ടികളാണ് ഞങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് സത്യം. ഇവിടെ നിന്നും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഈ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് വളരെ സങ്കടത്തോടു കൂടിയാണ് ഞങ്ങളെ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നത്. സങ്കടത്തോടു കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ നിന്നും വിട്ടുപോകാനുള്ള ആ ഒരു ഭയങ്കര സങ്കടത്തിലാണ് അവർ പോയത്. പക്ഷേ നമ്മൾ കുട്ടികളോട് പറയാറുള്ളത് ഇങ്ങനെയാണ്: ചിറക് വെച്ചാൽ പറക്കണം. അതുകൊണ്ടാണ് ഒരു കോഴിക്കുഞ്ഞിനെ ആ കോഴിയുടെ അമ്മ കൊത്തിയാട്ടുന്നത് പോലെ നിങ്ങൾ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കുകയും അവർ ഓരോ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് പഠിച്ച ഓരോ കാര്യങ്ങളും അവർക്ക് അവിടെ ഏറ്റവും നല്ല ഉപകാരപ്പെടുന്ന രീതിയിലാണ് എന്നാണ് കുട്ടികൾ പറയുന്നത്. കുട്ടികൾ പറയുന്നത് നിങ്ങൾക്ക് നമ്മളെ ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ കേൾക്കാം, ഞങ്ങൾ പറയിപ്പിക്കുന്നതല്ല, കുട്ടികൾ പറയുന്നതാണ്. അത് നിങ്ങൾക്ക് കേൾക്കാം. എല്ലാ സ്ഥാപനത്തിൽ ചെന്നാലും ഇന്ന് IT അക്കാഡമിയുടെ സ്റ്റുഡൻസ് ഉണ്ട്. ആസ്റ്ററിലുണ്ട്, മിംസിലുണ്ട്, അൽമാസ് ഹോസ്പിറ്റലിലുണ്ട്, അതേപോലെ തന്നെ വലിയ വലിയ ഹോസ്പിറ്റലുകൾ, ഇഷ്ടം പോലെ ഹോസ്പിറ്റലുകൾ നമ്മളെ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്, വിദേശത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ഇവിടെ നിന്ന് പഠിച്ചു പോയ കുട്ടികളാണ്. പക്ഷെ അവർക്കൊക്കെ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഹയർ ജോബ് കണ്ടെത്താനുള്ള, അതായത് ഇപ്പോൾ നിലവിൽ ഇവിടുന്ന് പോകുമ്പോൾ കണ്ടെത്തിയ ജോബിൽ കൂടുതൽ നല്ല ഒരു ജോലി കണ്ടെത്താനുള്ള സ്കില്ല് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത്. ഞങ്ങൾ പറയുന്ന ഉറപ്പ് അതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നിങ്ങളുടെ മേഖലയിൽ ഏറ്റവും മികച്ചതാവണം എങ്കിൽ IT അക്കാഡമിക്ക് വന്നോളൂ. ഇതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചതാവണമെങ്കിൽ, നിങ്ങളുടെ ഏറ്റവും നല്ല വേർഷൻ നിങ്ങൾക്കാവണം എന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് സ്വന്തം അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നിങ്ങളെ ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ IT അക്കാഡമിക്ക് വന്നോളി എന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം നിലവാരമില്ലാത്ത സമ്മാനങ്ങളുടെയും വാഗ്ദാനങ്ങളുടെയും പിന്നാലെ പോയി നിങ്ങളുടെ സമയവും സമ്പത്തും നഷ്ടപ്പെടുത്താതിരിക്കുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി ഭാവിയിൽ ഈ സ്ഥാപനത്തെ ഏത് രീതിയിൽ ഉയർന്നു കാണാനാണ് സാർ ആഗ്രഹിക്കുന്നത്? നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്തൊരു ഘട്ടത്തിലേക്ക്, അതായത് നമ്മളുടെ ഉയർന്ന വേർഷനിലേക്ക് ഉയരുക എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ്റെയും ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്ന ലക്ഷക്കണക്കിന് ആളുകളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിലേക്കുള്ള പല പ്രയാസങ്ങളിലും പ്രതിസന്ധികളും കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ട്. ഇവർ ഇങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും കുടുങ്ങിക്കിടക്കുന്നത് കാരണത്താൽ അവർക്ക് അവരുടെ ജീവിതത്തിലും പ്രൊഫഷണലിലും വിജയം കണ്ടെത്താനും സന്തോഷം കണ്ടെത്താനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആളുകളെ ഞങ്ങൾക്ക് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ രീതിയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ സ്വസ്ഥമായിട്ടും സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും അംഗീകാരത്തോടു കൂടിയും ഓരോ സ്ഥലങ്ങളിലും വർക്ക് ചെയ്യാനും ജീവിക്കുവാനും സ്വന്തം കുടുംബത്തിലും ജീവിക്കുവാനും കുടുംബ ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാനും ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇവരെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ നടത്തുക എന്നുള്ളതാണ് IT അക്കാഡമിൻ്റെ ലക്ഷ്യം. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള വളരെ നല്ല വിശ്വാസം എനിക്കുണ്ട്. കാരണം ഇന്ന് ആയിരക്കണക്കിന് കുട്ടികൾ നമ്മുടെ അടുത്ത് പഠിച്ചു പോയ കുട്ടികൾ എല്ലാവർക്കും പറയാനുള്ളത് ഇത് മാത്രമാണ്. നിലവിലുള്ള കോഴ്സുകൾക്ക് പുറമെ പുതിയ കോഴ്സുകൾ എന്തെങ്കിലും ആരംഭിക്കുന്നുണ്ടോ? ആളുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയത് തേടി പോകുന്ന ഒരു സമൂഹത്തിനെയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയതുണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ IT അക്കാഡമി ഒരു കോഴ്സ് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ, IT അക്കാഡമി ഒരു കോഴ്സ് കണ്ടെത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു വലിയ ഒരു ഇൻസൈറ്റ് ഉണ്ടായിരിക്കും. കാരണം ഒരു കോഴ്സ് കഴിഞ്ഞാൽ ആ കോഴ്സ് എടുക്കാൻ വരുന്ന ആൾക്ക് എന്ത് പ്രയോജനം, ഇതാണ് നമ്മൾ നോക്കുന്ന ആദ്യത്തെ കാര്യം. അയാൾക്ക് എന്ത് ഗുണം, ഞങ്ങൾക്കല്ല, ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ ഫീസോ കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കാം. പക്ഷെ ആ കസ്റ്റമർ, അതായത് ആ പ്രോസ്പെക്റ്റിന്, ആ സ്റ്റുഡൻറ്റിന് എന്താണ് ഗുണം ഉണ്ടാവുക, അയാളുടെ ലൈഫിൽ
എങ്ങനെയാണ് അയാൾക്ക് ഇത് ഉപകാരപ്പെടുക, അത് അയാളുടെ ലൈഫിലും അയാളുടെ പ്രൊഫഷനിലും എങ്ങനെയാണ് ഉപകാരപ്പെടുക, അങ്ങനെ ഒരു ഉപകാരമുള്ള കോഴ്സ് മാത്രമേ ഞങ്ങൾ എന്ത് ചെയ്യുള്ളൂ, മാർക്കറ്റിലേക്ക് ഇറക്കാറുള്ളൂ. അത് മാത്രമാണ് ഞങ്ങളിവിടെ കൊടുക്കാറുള്ളൂ. അല്ലാത്ത കൊടുത്തു കഴിഞ്ഞാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥിരത അതിനുണ്ടാവില്ല, താൽക്കാലികമായിട്ടുണ്ടാവും. പക്ഷെ താൽക്കാലികമായിട്ട് ഞങ്ങൾക്കൊരു ലാഭം കിട്ടുമായിരിക്കും, പക്ഷെ അതിൽ ഞങ്ങൾ സംതൃപ്തരല്ല. കാരണം ഓരോ കുട്ടിയും ഇവിടുന്ന് കഴിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, അവരെന്താണോ ആഗ്രഹിച്ചത്, ആ പൊസിഷനിലേക്ക് അവർക്ക് എത്തിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് ഞങ്ങൾ പുതിയതിൻ്റെ പിന്നാലെ അങ്ങനെ പോവാറില്ല. പുതിയത് ഞങ്ങൾ മാറ്റങ്ങൾ വരുത്തും, പക്ഷേ അത് നല്ലോണം ചിന്തിച്ചതിന് ശേഷം മറ്റുള്ളവർ ചെയ്യുന്നുണ്ട് എന്ന് കരുതിയിട്ട് IT അക്കാഡമി ചെയ്യൂല. അതിന് എന്തെങ്കിലും ഒരു കാര്യമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ, ഒരു ബെനിഫിറ്റ് ആ സ്റ്റുഡൻറ്റിന് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുള്ളൂ. 24 വർഷത്തെ അനുഭവ സമ്പത്തിൽ നിന്നും താങ്കൾക്ക് മനസ്സിലായ വസ്തുതകൾ എന്തൊക്കെയാണ്? ഈ 24 വർഷത്തെ അനുഭവ സമ്പത്തിൽ നിന്നുമാണ് IT അക്കാദമി ഇന്നും നിലനിൽക്കുന്നത്. ആ മനസ്സിലായ കാര്യങ്ങളാണ് സത്യത്തിൽ ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത്. കാരണം ഒരു മനുഷ്യന്റെ വേദന എന്താണെന്നും, ഒരു പെൺകുട്ടിയുടെ വേദന എന്താണെന്നും, ഒരു ജോലി ഇല്ലാത്തതിന്റെ നിരാശ എന്താണെന്നും, ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് എന്നും ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു ജോലി കിട്ടിയാൽ സുസ്ഥിരമായിട്ട് നിൽക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നും, ഇതെല്ലാം ഉണ്ടാണ്. ഈ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അയാളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഡെവലപ്പ് ചെയ്യേണ്ടതെന്നും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അയാളിൽ ഉണ്ട് എന്ന് കണ്ടെത്താനും ഇതെല്ലാം പഠിപ്പിക്കണമെന്നും പഠിപ്പിച്ചു തന്നത് ഈ 24 വർഷമാണ്. കാരണം വിജയ പരാജയങ്ങളുടെ കൂടെ നിന്ന് പഠിച്ചതാണ് ഇതെല്ലാം. ഞങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ അനുഭവ സമ്പത്തിൽ നിന്ന് തീർച്ചയായിട്ടും പഠിച്ചതാണ് എല്ലാം. ഏകദേശം ഒരു 8ഓളം ബിസിനസ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം പൊട്ടിയതാണ്. ഈ കൊറോണ വന്നപ്പോൾ ഇതും പൊട്ടിയതാണ്. പക്ഷെ ആ കൊറോണയിൽ നിന്ന് ഞാനൊരു പാഠം പഠിച്ചു. ആ പാഠം പഠിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ബാക്കിലോട്ട് നോക്കി. ഞാൻ അനുഭവിച്ച വിഷമങ്ങളും അതുപോലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഞാൻ 24 വർഷം, ഈ 20 വർഷം കണ്ട, ആ കൊറോണൻ്റെ തൊട്ട് മുന്നുള്ള 20 വർഷത്തോളം കണ്ട പ്രശ്നങ്ങളാണ് എല്ലാ മനുഷ്യർക്കുള്ളതെന്നും ഈ പ്രശ്നങ്ങളിൽ നിന്ന് അവർക്കൊരു രക്ഷ നേടാൻ എന്താണ് മാർഗമെന്നും എനിക്ക് നേടാൻ എന്താണ് മാർഗമെന്നും ഞാൻ അന്വേഷിച്ച് നടന്നു. എനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഞാൻ കണ്ടെത്തി എൻ്റെ ഉള്ളിലുണ്ടെന്നും എൻ്റെ കഴിവുകളും എനിക്ക് ജീവിക്കാനും എനിക്ക് വളരാനും ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ദൈവം എൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത് വരുന്ന ഓരോ ആളുകൾക്കും, അല്ലെങ്കിൽ ഈ വരുന്ന എല്ലാ ആളുകൾക്കും, ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും ഇത് ദൈവം ഫ്രീ ആയി കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയത്. അത് സക്സസ് ആയി, വിജയിച്ചു. ഇന്ന് എല്ലാ സ്ഥലത്തു നിന്നും കുട്ടികൾ വരൽ തുടങ്ങി. കുട്ടികൾ വരിക മാത്രമല്ല, തുടക്കം എങ്ങനെയാണോ അതിലേറെ ഗംഭീരമായിട്ട് അവരുടെ അവസാനിപ്പിക്കാനും എനിക്ക് സാധിച്ചു, ഫിനിഷിങ്ങും എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെല്ലാം ഞാൻ പഠിച്ചത് എൻ്റെ 24 വർഷത്തെ അനുഭവത്തിൽ നിന്ന് മാത്രമാണ്. അതിലുണ്ടായ പരാജയങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഞാൻ പഠിച്ചിട്ടുള്ളത്. കാരണം 20 വർഷത്തോളം എനിക്കുണ്ടായത് പരാജയമാണ്. ആ 20 വർഷത്തെ പരാജയത്തിൽ നിന്നാണ് ഞാൻ എല്ലാ പാഠങ്ങളും പഠിച്ചത്. ആ 20 വർഷത്തിലുണ്ട് ഇനി അങ്ങോട്ട് എങ്ങനെ കൊണ്ടുപോകണമെന്നും, ഇനി ഒരാളെ എങ്ങനെ ട്രെയിൻ ചെയ്യണമെന്നും, ഒരാൾക്ക് എന്താണ് വിഷമം ഉണ്ടാവുക എന്നും, എന്താണ് അയാൾക്ക് പ്രയാസമുണ്ടാവുക എന്നും, അതിനെ അയാൾക്ക് എങ്ങനെ തരണം ചെയ്യാൻ പറ്റും, അത് അയാൾക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും, അത് അയാളുടെ ഉള്ളിലുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാനും പറ്റുമെന്ന് മനസ്സിലാക്കിയത് എൻ്റെ ഈ 24 വർഷത്തിൽ നിന്നാണ്. ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷനോട് കരിയർ സംബന്ധമായിട്ട് സാറിന് എന്താ പറയാനുള്ളത്? ഇവരോട് പറയാനുള്ള ഇതാണ്, നമ്മളുടെ വില കുറഞ്ഞ സമ്മാനങ്ങളുടെയും നിലവാരമില്ലാത്ത വാഗ്ദാനങ്ങളുടെയും പിന്നാലെ പോയി നിങ്ങളുടെ സമയവും സമ്പത്തും നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു ലക്ഷ്യത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് ഫ്രീ ആയി തന്ന, സൗജന്യമായി തന്ന നിങ്ങളുടെ സ്കില്ലുകളും ടാലൻറ്റുകളും ഡെവലപ്പ് ചെയ്ത് അത് നിങ്ങളുടെ ഗുണത്തിന്, നിങ്ങളുടെ ജീവിതത്തിനും പ്രൊഫഷനും ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. അല്ലാതെ വേറെ എന്ത് ചെയ്തിട്ടും നമുക്ക് കിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ മോഹന വാഗ്ദാനങ്ങളാണ്. അതൊരു സത്യമാണെന്ന് മനസ്സിലാക്കിയൊരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ടാണ് പറയാനുള്ള കാരണം.